നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. ഫോൺ 8075214911. നഗരസഭയ്ക്കെതിരെ പരസ്യയുദ്ധം പ്രഖ്യാപിച്ച് തിരൂരിലെ വ്യാപാരികൾ. തിരൂരിലെ മുഴുവൻ കച്ചവട മേഖലയെയും തകർക്കാനാണ് നഗരസഭയുടെ ശ്രമമെന്നും ഇതിൽ വലിയ ദുരൂഹതയുണ്ടെന്നും വ്യാപാരികൾ ആരോപിക്കുന്നു. തിരൂർ നഗരസഭയ്ക്ക് നാഥനില്ലാത്ത അവസ്ഥയായി മാറിയെന്ന് തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികൾ ആരോപിച്ചു. ഖേദകരമെന്ന് പറയട്ടെ, ഈ നഗരസഭാ കൗൺസിൽ അധികാരത്തിൽ വന്ന അന്ന് മുതൽ തെരുവ് കച്ചവടം വളരെ വ്യാപകമായി എല്ലാ തെരുവുകളിലും വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് ഒട്ടനവധി നിരവധിയായ പരാതികളും പരിഭവങ്ങളും നേരിട്ടും അല്ലാതെയും ഞങ്ങളൊക്കെ ഈ നഗരസഭയിൽ അറിയിച്ചതാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഫോറിൻ മാർക്കറ്റിൻ്റെ ഭാഗത്ത് വെള്ളിയാഴ്ച അതുവഴി ഒരു എമർജൻസി ഒരു ആംബുലൻസ് പോലും കടന്നു പോകാൻ അതുവഴി നമുക്ക് കടക്കാൻ പറ്റില്ല. അവിടെ വെള്ളിയാഴ്ച തുറക്കുന്ന സ്ഥാപനങ്ങളും അത് ആ റൂട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് അവരെ സാധനം ഇറക്കാനോ കയറ്റാനോ ഒന്നും ഒരു നിർവാഹമില്ല. ഇതൊക്കെ ഒരു നാഥൻ, എൻ്റെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ, ഒരു നാഥനില്ലാ കളരിയായിക്കൊണ്ട് തിരൂർ നഗരസഭ മാറിയിരിക്കുകയാണ്. തെരുവ് വ്യാപാരത്തിനെതിരെ നടപടിയെടുക്കാത്ത നഗരസഭ നിലപാടിൽ പ്രതിഷേധിച്ച് നടത്തിയ മാർച്ചിന്റെയും ധർണയുടെയും ഭാഗമായി അധികാരികൾക്ക് നിവേദനം നൽകാൻ വേണ്ടി നഗരസഭ ഓഫീസിലെത്തിയപ്പോൾ മുനിസിപ്പൽ ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ, പ്രതിപക്ഷ നേതാവ്, മുനിസിപ്പൽ സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, മറ്റു മുനിസിപ്പൽ കൌൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ മുങ്ങിയെന്നും വിഷയത്തിൽ നടപടിയില്ലെങ്കിൽ ബുധനാഴ്ച മുതൽ നഗരസഭയ്ക്ക് മുന്നിൽ റിലേ പ്രതിഷേധ സമരം നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ മുന്നറിയിപ്പ് നൽകി. തെരുവ് വ്യാപാരം നിയന്ത്രിക്കുന്നതിനായി പല തവണകളിലായി തിരൂർ നഗരസഭ അധികൃതർക്ക് നിവേദനങ്ങൾ നൽകിയിട്ടും ശാശ്വത പരിഹാരം കണ്ടെത്താത്തതിലും കൂടാതെ തിരൂർ മുനിസിപ്പൽ സ്റ്റേഡിയം പരിസരത്ത് അംഗീകൃത വ്യാപാരികളെ പ്രയാസത്തിലാക്കുന്ന വ്യാപാര മാഫിയയ്ക്ക് സ്ഥലം അനുവദിച്ചതിലും നഗരസഭ ഉടമസ്ഥതയിലുള്ള വ്യാപാര സ്ഥാപനങ്ങളുടെ വർദ്ധിപ്പിച്ച വാടക പിൻവലിക്കാൻ വേണ്ട നടപടികൾ കൌൺസിൽ കൈക്കൊള്ളാത്തതിലുമാണ് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. തെരുവോര മാഫിയയ്ക്ക് നഗരം തുറന്നുകൊടുത്ത നടപടികൾ ഉടൻ പിൻവലിച്ച് വ്യാപാരികളോട് ദയ കാണിക്കണമെന്നും തിരൂരിലെ പാതയോരങ്ങളുടെ ഇരുവശങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള തെരുവ് വ്യാപാരങ്ങളും തിരൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ അനുവദിച്ച വ്യാപാര അനുവാദവും 2 ദിവസത്തിനുള്ളിൽ എടുത്തു മാറ്റിയിട്ടില്ലെങ്കിൽ നഗരത്തിലെ എല്ലാ റോഡുകളിലും സാധനങ്ങൾ ഇറക്കിവെച്ച് കച്ചവടം ചെയ്യാൻ വ്യാപാരികൾ നിർബന്ധിതരാകുമെന്നും നേതാക്കൾ പറഞ്ഞു. തെരുവോര വ്യാപാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർഷങ്ങളായി അതാത് കാലത്തെ നിലവിൽ വരുന്ന മുനിസിപ്പൽ ഭരണകൂടത്തിന് പലപ്പോഴായിട്ടും നിവേദനങ്ങൾ സമർപ്പിച്ച് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ തെരുവേര വ്യാപാരത്തിന് തടയിടണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ തെരുവേര വ്യാപാരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിക്രമങ്ങളാണ് തിരൂർ നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുന്നിൽ വഴിവര വാണിഭ കച്ചവടത്തിലെ പ്രമുഖരായ ചില ആളുകൾക്ക് ആ സ്ഥലം അനുവദിച്ച് അവിടെ തുണിക്കച്ചവടം അടക്കമുള്ള സാധനങ്ങൾ വിൽപ്പന നടത്താനുള്ള സ്റ്റാളുകൾ അനുവദിച്ചു എന്നറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു നഗരസഭ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PA ബാവ, ജനറൽ സെക്രട്ടറി സമദ് പ്ലസന്റ്, ട്രഷറർ PA റഷീദ്, സെക്രട്ടറി ഷബീബ്, ജലീൽ, യൂത്ത് വിംഗ് ഭാരവാഹികളായ ഷിഹാബ്, വിഷ്ണു, എക്സിക്യൂട്ടീവ് അംഗം സൈദു ചെറുതോട്ടത്തിൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TVN ന്യൂസ്, തിരൂർ. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. ഫോൺ 8075214911.